അലോട്ട്മെൻറ്റ് ഡേറ്റ് എന്നാണെന്ന് അറിയോ സാറേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വരാവുന്ന ഒരു സംശയമാണ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡൗട്ട്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്നത് എന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എല്ലാ കാറ്റഗറി വിദ്യാർത്ഥികൾക്ക് 3 അലോട്ട്മെൻറ്റുകളും SC/ST വിദ്യാർത്ഥികൾക്ക് 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളുമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതിനെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ SC/ST വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അവസാനിച്ചതിന് ശേഷമായിരിക്കും യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റുകളുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അഡ്മിഷൻ പ്രോസസ്സിന് ശേഷം ആദ്യമായിട്ട് വരുന്ന അലോട്ട്മെൻറ്റിനെയാണ് നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അവരുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം യൂണിവേഴ്സിറ്റി നൽകുന്നതായിരിക്കും. ഇങ്ങനെ എഡിറ്റ് ചെയ്ത കോപ്പി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണമെന്നും യൂണിവേഴ്സിറ്റി അറിയിക്കുന്നുണ്ട്. സോ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന അലോട്ട്മെൻറ്റിനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് നമ്മളുടെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവർ യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് ഉറപ്പുവരുത്തേണ്ടതാണ്. ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് ആയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് ആ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പോലെ തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് കോളേജ് ലഭിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓൾറെഡി കോളേജ് കിട്ടി മാൻഡേറ്ററി ഫീസ് അടച്ച ആളുകൾ പിന്നീട് മാൻഡേറ്ററി ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ലഭിച്ച കോളേജിൽ സാറ്റിസ്ഫൈഡ് ആയ വിദ്യാർത്ഥികൾ അവരുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആൻഡ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിലനിർത്തി കോളേജിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കോളേജ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് മാൻഡേറ്ററി ഫീസ് അടക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷനും എടുക്കണം. മുൻ അലോട്ട്മെൻറ്റുകളിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം യൂണിവേഴ്സിറ്റി എല്ലാ കാറ്റഗറി വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് നിർത്തലാക്കുന്നതായിരിക്കും. ആൻഡ് അതിനുശേഷം വരുന്ന 2 അലോട്ട്മെൻറ്റുകൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇത് SC/ST വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യലായിട്ടാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത്. അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ആ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും രണ്ടാമത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയാണ് അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ വരും വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.